ഒരുപാട് ചോദ്യങ്ങൾ ഈ അപകടം നമ്മുടെ മുൻപിൽ ഉയർത്തുന്നുണ്ട് അസിത. ഇത്തരത്തിലുള്ള പാറമടകളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ, മറ്റു കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലുള്ള ചോദ്യങ്ങളാണ് ഇതിപ്പോൾ ബാക്കി വെക്കുന്നത്. രാജ്കുമാർ, ആ രീതിയിൽ കൂടി ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള പാഠമാകട്ടെ ഈ അപകടം എന്ന രീതിയിൽ കൂടി ഈ പ്രശ്നത്തെ കാണേണ്ടതാണ്. ഹലോ ഹലോ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എത്രമാത്രം ഭീതിജനകമാണെന്ന് നോക്കൂ. ഒരു ചെറിയ സ്ഥലം മാത്രമാണ് ഹിറ്റാച്ചി കുടുങ്ങിക്കിടക്കുന്നിടത്ത് ബാക്കിയുള്ളത്. അതിന് ചുറ്റും ഈ പാറക്കല്ലുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു. രാജ്കുമാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഏകദേശം വലിയ ഭാരമുള്ളൊരു കല്ലാണ് അതിന് മുകളിൽ വീണ് കിടക്കുന്നത്. രാജ്കുമാർ ആ അളവുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അത് സ്വാഭാവികമായും ഒരു രക്ഷാദൗത്യം എത്രമേൽ ദുഷ്കരമാക്കുന്നുണ്ട് അതെന്നുള്ളത് മനസ്സിലാക്കി തരുന്ന തരത്തിലാണ് രാജ്കുമാർ അതിനെ വിശദീകരിക്കുകയും ചെയ്തത്. എന്തായാലും കഴിയുന്നതിന്റെ പരമാവധി നിലയിലുള്ള രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും മഴ മാറി നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും കാലാവസ്ഥ പ്രതികൂലം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷ അവസ്ഥയൊക്കെ. അതെ, തീർച്ചയായും. അപ്പോൾ അത് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടുതൽ അപകടം ഉണ്ടാക്കും എന്നുള്ളതും അറിയാം. അപ്പോൾ ഈ രക്ഷാദൗത്യ സംഘത്തിന്റെ സുരക്ഷയും ഏറെ പ്രധാനമാണ്. അത് തന്നെയാണ് അസിത അതിന്റെ കാര്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴും അവിടെയുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും പാറക്കല്ലുകൾ താഴേക്ക് മുകളിൽ നിന്ന് വീഴാം എന്ന ആശങ്കയുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തകരുടെ ജീവനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. ഇവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോങ് ബൂം എക്സ്കവേറ്റർ അത് എത്തിക്കാൻ കുറച്ച് സമയമെടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ വേഗത്തിൽ അതിനെ കൊണ്ട് വരാൻ കഴിയില്ല. ഇത്രയും മാത്രം വലിയൊരു സംവിധാനമാണല്ലോ. അപ്പോൾ അതിന് കുറച്ച് സമയമെടുത്തു. കുറേ അധികം ആലോചനകൾ പലതരത്തിൽ നടക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഒടുവിലാണ് ഈ പ്ലാനിലേക്ക് പോയത്. രാജ്കുമാർ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജ്കുമാർ നേരത്തെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ രണ്ട് പ്ലാനുകളെ കുറിച്ചാണ്. ഒന്ന്, ഈ പറയുന്ന ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന പരിപാടി, അതല്ലെങ്കിൽ ഇനി ഇരുമ്പ് വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പ്ലാൻ ബി പോലുള്ള മറ്റൊരു ആശയം. മനു എന്നോടാണോ? തീർച്ചയായും. ഞാൻ രാജ്കുമാർ നേരത്തെ പറഞ്ഞ പ്ലാനുകളെ കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കാൻ പറയുകയായിരുന്നു. ഈ ജില്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട അവർക്ക് ആദ്യം ഈ എല്ലാവരും കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്ന് പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിൽ ഈ സമയം വൈകിയതിനെക്കുറിച്ചൊക്കെ ആക്ഷേപങ്ങൾ ഉയരുമ്പോഴും ഇപ്പം കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് എല്ലാ മനുഷ്യർക്കും, കാണുന്ന ഈ നല്ല നേർക്കാഴ്ചയുള്ള മനുഷ്യർക്ക് അതെല്ലാം മനസ്സിലാവും എത്ര ശ്രമകരമായ സാഹസികമായ ദൗത്യമാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഇക്കാര്യം ജില്ലാ ഭരണകൂടം ചർച്ച ചെയ്തിരുന്നു. അവർ കൂടി നിർദ്ദേശിച്ചതനുസരിച്ച് ഇതിന്റെ ഒരു ഭൂമിഘടന സംബന്ധിച്ച് ഒരു ചെറിയ എക്സ്കവേറ്റർ ഡയറക്റ്റ് തൊടാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ്. അതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആ വലിയ പാറക്കല്ല് അതിന്റെ മുകളിൽ നിന്ന് മാറ്റാൻ പറ്റിയിരിക്കുന്നു അല്ലേ? ചെറുതുമായ ആ പാറയുടെ കഷ്ണങ്ങളും അതേപോലെ വലിയ പാറക്കല്ലുകളും ഒന്നൊന്നായി ഇപ്പോഴും അവർ നീക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നീക്കി, പക്ഷെ നമുക്കത് മനസ്സിലാക്കണം, ഇതൊരു വലിയ ഒരു ഹിറ്റാച്ചി ആയിരുന്നു. ആ ഹിറ്റാച്ചി ഈ രൂപത്തിലേക്ക് ക്രഷ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വീഴ്ച, ആ മോളിൽ നിന്ന് എത്രമാത്രം ഭാരമുള്ള പാറകൾ പതിച്ചിട്ടായിരിക്കും ഇതിങ്ങനെ സംഭവിച്ചെന്നുള്ളത്. ഇത് മാത്രമല്ല, ഇത് ഇരുമ്പാണ്. ഇതിന് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും വലിയ നമുക്കിതിന് ശാരീരികമായ പലതരം പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ഈ ഇരുമ്പ് വലിയ ഒരു വണ്ടി, ആ വണ്ടിയാണ് ഇപ്പോൾ ക്രഷ് ചെയ്ത് പപ്പടം പോലെ എന്ന് നമുക്ക് മലയാളത്തിൽ അത് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റും. ആ രൂപത്തിലേക്ക് അത് മാറി. അതിനുള്ളിലാണ് നമ്മുടെ അതിഥി തൊഴിലാളിയായ നമ്മുടെ കേരളത്തിൻ്റെ ഈ ഒരു നിർമ്മാണ മേഖല ആവശ്യമായ പാറ ഖനനം ചെയ്യുന്ന അതിന് വഴിയൊരുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് ഈ മനു സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അതിനകത്ത് ഇപ്പോഴും റെസ്ക്യൂ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അന്ന് രാവിലെ നമ്മളിവിടെ വരുമ്പോൾ ഈ പാറയുടെ ഇതിൻ്റെ ചേർന്ന് തന്നെ ചുമന്ന കളറിലുള്ള ഇതിങ്ങനെ ഒഴുകി വന്നതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. അത് രക്തപ്പാടുകളായിരുന്നു, രക്തം വാർന്ന് ഒഴുകിയതാകാമെന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ്. ഇത്രയേറെ ഇതിൽ ഒരു
ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഇനി ഏതൊരു വലിയ വികസിത ആണെങ്കിൽ പോലും ഇതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാവരും വിഷമിച്ചു പോകും. ഇപ്പോൾ ടെക്സാസിൽ ഉൾപ്പെടെ നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് കേരളം പലതരത്തിലുള്ള ദുരന്തങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. നമുക്ക് പാഠങ്ങൾ പലത് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഒന്ന് വന്നാൽ നമ്മൾ ഈസി ആയതിനെ നേരിടുകയും ചെയ്യും. ഇതിപ്പോൾ ഒരു പുതിയ പാഠം കൂടിയാണ്. ആ ഒരു പാഠത്തിലേക്കാണ് ഇതിപ്പോൾ എഴുതി ചേർക്കപ്പെടുന്നത്. പാറമടകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കണം, അവിടുത്തെ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നൊരു വലിയ സന്ദേശം കൂടി പകരുന്നതാണ്. നാളെ ഇത് ദേശീയ പണിമുടക്ക് കൂടി വരികയാണ്. അത് തൊഴിലാളികൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സമയം കൂടിയാണ്. ഒരു പ്രിയപ്പെട്ട തൊഴിലാളി തന്നെയാണ് ഇപ്പോൾ ഈ ഇത്രയോ മണിക്കൂറുകളായി അതിനുള്ളിൽ പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി പാടുപെടുന്ന ഒരു മനുഷ്യൻ. രാജ്കുമാർ, ഇതിനു മുൻപ് ഈ ദൗത്യം ഇങ്ങനെ തുടരുന്ന ഘട്ടത്തിൽ പല സാഹചര്യങ്ങൾ മൂലം ഇടയ്ക്ക് നിർത്തിവെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ പക്ഷേ ഏറ്റവും അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്ന് വേണം കരുതാനല്ലേ? തീർച്ചയായിട്ടും ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ അജിത സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആ ഒരു പ്രത്യാശ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അജയെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന്. ആ ഒരു ഇതിനു വേണ്ടിയാണ് എല്ലാവരും മുഴുവനും കണ്ണും നട്ട് കാത്തിരിക്കുന്നത്. ഇന്നലെ 3 മണിക്ക് 2:30-ക്ക് ശേഷം നടക്കുന്ന ഈ ഒരു അപകടം, ഇവിടെ ഇതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ CCTV പല സ്ഥലത്ത് ഈ കമ്പനി തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ CCTVയിൽ അത് 360 ഡിഗ്രിയിൽ കറങ്ങുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ അപകടത്തിൻ്റെ ദൃശ്യം ജസ്റ്റ് അതിൻ്റെ ക്യാമറ തിരിഞ്ഞ സമയത്താണ് അത് സംഭവിച്ചത്. അതുകൊണ്ട് ആ ഒരു പുകപടലം പോലെ ഉയരുന്നത് മാത്രമാണ് ആ ദൃശ്യങ്ങൾ പതിഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഈ അപകടത്തിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാകാതെ പോയത്. നിർഭാഗ്യമെന്നും നമുക്ക് മാത്രമേ പറയാൻ കഴിയൂ. ബാക്കിയെല്ലാം നമുക്ക് ഈ കാഴ്ചയിലൂടെ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്പസമയത്തിനകം ഇത് മുഴുവനും പാറ നീക്കം ചെയ്ത് ഹിറ്റാച്ചിയിൽ കുടുങ്ങിയിരിക്കുന്ന അജയെ കണ്ടെത്താനാവും. ഇന്ന് രാവിലെ 4 പേര് ഇറങ്ങിയിട്ട് അവരൊരു പരിശ്രമം നടത്തി ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഉള്ളിലുള്ളത് കാണാൻ കഴിയുമോ എന്ന്. ആ 4 പേർക്കും അത് കാണാൻ കഴിഞ്ഞില്ല. അവർ കുറച്ച് സാഹസികമായി തന്നെയാണ് അതിനൊരു ശ്രമം നടത്തിയതും. പാറകൾ ചിലത് അവർ നീക്കം ചെയ്ത് നോക്കിയെങ്കിലും കണ്ടെത്താനായില്ല. അതേസമയം ഈ ഇരുമ്പ് റോഡ് കൊണ്ടുവന്ന് ഹുക്ക് ചെയ്യാനുള്ള അതിന് ഇടമുണ്ടോ എന്ന കാര്യങ്ങൾ അവർ പരിശോധിച്ചിരുന്നു. അതുകൂടി ഉറപ്പാക്കിയിട്ടാണ് അവർ മുകളിലേക്ക് കയറിയത്. അശിത, തീർച്ചയായും നമ്മൾ അതിലേക്ക് തന്നെ മടങ്ങിയെത്താം രാജ്കുമാർ. കാരണം ഭയാനകമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും ഗൗരവമായ ദൃശ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും എത്രമാത്രം ഭീതിജനകമായ അന്തരീക്ഷമാണ് ആ പാറക്വാറിയിൽ നിൽക്കുന്നത് എന്ന്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, രാവിലെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് ആ ഹിറ്റാച്ചി ഇത്രയും കാണാൻ പറ്റില്ലായിരുന്നു. ഒരുപാട് കല്ലുകളും പാറക്കഷ്ണങ്ങളും ഒക്കെ മാറ്റി ഇപ്പോൾ ആ ഹിറ്റാച്ചി കാണുന്ന രൂപത്തിലേക്ക്, അതിൽ നേരിട്ട് സ്പർശിക്കാൻ ആ ലോങ് ബൂമിന് പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നോക്കൂ എത്രമാത്രം കല്ലായിരിക്കാം അതിന്റെ മുകളിൽ അടിഞ്ഞുകൂടിയിരുന്നല്ലേ. അതെ, തീർച്ചയായും രാജ്കുമാർ അതാണ് വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് ദൗത്യം എത്തിയിട്ടുണ്ട് എന്ന് കരുതുകയാണ്. കാരണം അനു പറഞ്ഞതുപോലെ മുൻപുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറിയ ഹിറ്റാച്ചി ഏറെക്കുറെ പൂർണ്ണമായും കാണുന്ന തരത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ അജയെ കണ്ടെത്തുന്ന തരത്തിലേക്ക് അത് മാറുമെന്ന് കരുതാമല്ലേ? ജീവനോടെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. കാരണം സമയം 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇത്രമാത്രം പാറക്കല്ലുകളൊക്കെ അതിന്റെ മുകളിൽ വീണത് കൂടിയാണ്. ആ ഹിറ്റാച്ചിയുടെ രൂപം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. നമ്മുടെ മനസ്സിൽ ആ ഹിറ്റാച്ചി ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. എന്നിട്ട് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ ഇങ്ങനെ പൊടിഞ്ഞു കിടക്കുന്ന ഹിറ്റാച്ചിയുടെ രൂപം കൂടി ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഭാരമുള്ള കല്ലുകളാണ് വീണിരിക്കുന്നതെന്ന്.